ഒക്കെ ആളുകൾ ഫോക്കസ് ചെയ്യത്തുള്ളൂ. സോ ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എനിക്കറിയാം ഒരു സംഗതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര സ്ട്രഗിൾ ഉണ്ട്, അവര് ഫൈനാൻസ് എങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നത്, ഓക്കെ, അതിലോട്ട് എത്തിക്കാൻ അവർ എന്തൊക്കെ പാടുപെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ബയോളജിക്കൽ പ്രോഗ്രാം, അതായത് ഓൾഡ് പ്രോഗ്രാം ആണ് അവരെ റൈഡ് ചെയ്യുന്നത്. ആ ഓൾഡ് പ്രോഗ്രാമിൽ ബൈ ഡിഫോൾട്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ എന്താണ് കാനയും ഭക്ഷണവും അതുപോലെ തന്നെ ഷെൽട്ടറും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനൊരു സാധനം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാമിൽ എന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരു 90% ആളുകളും ഒരു സർട്ടൈൻ എമൗണ്ടിന്റെ മേലെ സാലറി വാങ്ങുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സർട്ടൈൻ എമൗണ്ടിന്റെ മേലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് കാണാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം ഹീ ഈസ് ലുക്കിംഗ് ഫോർ ദാറ്റ് ബേസിക് നീഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുക. ഇനി അങ്ങനത്തെ ആരെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഐ റിയലി അപ്രിഷിയേറ്റ് ദെയർ എഫേർട്ട്. ഓക്കെ, അവരത് മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാനും ചെയ്യുന്ന ആ എഫേർട്ടിനെ ഇപ്പോഴല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിന്റെ റെക്കോർഡിങ് കാണാൻ അവര് അതിന് നോക്കുകയാണെങ്കിൽ, അത് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ബേസിക് നീഡിനെ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്റർപ്രണേഴ്സ് അതിനെ ഇഗ്നോർ ചെയ്യാവുന്നത്.